Hey guys, welcome to Isha Spicy Festival. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മാഗി മസാലയാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മസാലക്കൂട്ടാണ്. ഈ ഒരു മസാലക്കൂട്ട് മാത്രം മതി നമുക്ക് എന്ത് കറിയും എന്ത് മെഴുക്കുവരട്ടി തയ്യാറാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല്. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ എടുത്ത പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കിടക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിനായിട്ട് നമുക്ക് വേണ്ടിയത് ഒരു 3 ടേബിൾ സ്പൂണ് മല്ലിക്കൊത്താണ് വേണ്ടിയത്, ഹോൾ കൊറിയൻഡർ സീഡ്സ്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണ് നമ്മുടെ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ചേർത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 3 to 4 നമ്മുടെ റെഡ് ചില്ലി, അതായത് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഒരു പട്ട ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ അധികമായി കഴിഞ്ഞാൽ കൈപ്പരസം ഉണ്ടാവും, അതുകൊണ്ട് 1/4 ടീസ്പൂണേ ഉലുവ ചേർത്താൽ മതി കേട്ടോ. ഇനി അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു കുഞ്ഞ് പീസ് നമ്മുടെ ജാതിക്ക ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 4 ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഏലക്കായ ചേർത്തതിന് ശേഷം ഒരു 20 to 25 നമ്മുടെ പെപ്പർ സീഡ്സ്, അതായത് കുരുമുളക് അധികം വേണമെങ്കിൽ യൂസ് ചെയ്തോളൂ, അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചാണ് കേട്ടോ. അതിനുശേഷം ഒരു കടായി എടുക്കുക. കടായി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കളർ ചേഞ്ച് ആയി വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രഞ്ചിനെസ് വരുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഒരു 3 to 4 ഗ്രാമ്പു കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അത് ആദ്യമേ ചേർക്കാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നേ. ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമ്മൾ ഒരു മല്ലിക്കൊത്ത് എടുക്കുമ്പോഴത്തേക്കിന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുമ്പോൾ, കൈമേ വെച്ച് ക്രഷ് ചെയ്യുമ്പോൾ ഒന്ന് പൊട്ടി വരുന്ന ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാർ എടുത്തതിന് ശേഷം ഈ ഒരു വറുത്ത് വെച്ചിരിക്കുന്ന, അതായത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് മിക്സി ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. മാഗി മസാലയ്ക്ക് വെച്ചിട്ട് ചെറിയൊരു മധുരം ഇല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണ് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ആംചൂർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഓൺലൈൻ വഴിയാണ് വാങ്ങിയത്. നമുക്ക് മഴ സീസൺ ആയതുകൊണ്ട് മാങ്ങായ്പ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഓൺലൈനിൽ നിന്നാണ് ആംചൂർ പൗഡർ വാങ്ങിയത്. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് നമ്മുടെ കോൺഫ്ലവറാണ് ആഡ് ചെയ്യുന്നത്. കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മസാലപ്പൊടി മോയ്സ്ചർ ആവാതെ, മഴ സീസൺ ആയതുകൊണ്ട് മോയ്സ്ചർ ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത്. കോൺഫ്ലവർ ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂണ് നമ്മുടെ ഗാർലിക് പൗഡറാണ്, അതായത് വെളുത്തുള്ളി ഉണക്കി പൊടിച്ച പൗഡറാണ്. അതും ഞാൻ ഓൺലൈൻ വഴിയാണ് വാങ്ങിയത്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ ഇഞ്ചിപ്പൊടി, ജിഞ്ചർ പൗഡർ, 1 ടേബിൾ സ്പൂണ് നമ്മുടെ ഓണിയൻ പൗഡർ, സവോള ഉണക്കി പൊടിച്ചതാണ്, അതും ഞാൻ ഓൺലൈൻ വഴിയാണ് വാങ്ങിയത്. അതും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു വകയെല്ലാം ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊരു ഫൈൻ പൗഡറാക്കി ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, ഞാനിവിടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു അടപ്പ് തുറക്കുമ്പോഴത്തേക്കിന് തന്നെ നല്ല മാഗി മസാലയോടെ ആ ഒരു സ്മെല്ല് വരുമ്പോഴത്തേക്കിനുണ്ടല്ലോ, നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് ആ മാഗി മേടിക്കുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു മസാലകളുടെ സ്മെല്ലില്ലേ, അതേ സ്മെല്ലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ബൗളിലോട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. തണുത്തതിന് ശേഷം വേണം നമ്മൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ടൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ എടുക്കുമ്പോഴത്തേക്കിന് നല്ല നനവില്ലാത്ത സ്പൂണും വൃത്തിയുള്ള സ്പൂണും വെച്ച് നമുക്ക് ഈ ഒരു മസാല യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മസാല സ്റ്റോർ ചെയ്ത് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു മസാലക്കൂട്ട് നൂഡിൽസിന് മാത്രമല്ല കേട്ടോ, ഏതെങ്കിലും സ്പെഷ്യൽ കറീസോ അല്ലെങ്കിൽ ഒരു മെഴുക്കുവരട്ടി തയ്യാറാക്കുമ്പോൾ കുറച്ച് സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഫ്ലേവറും പ്രത്യേക ഒരു ടേസ്റ്റും ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ഫെസ്റ്റിവൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും stay tuned, be happy and keep smiling. Thank you for watching and bye bye.